അകലെ നിന്ന് കാണുമ്പോൾ ആരാധന തോന്നുന്ന പലരോടും അടുത്ത് കഴിയുമ്പോൾ അകലാം തോന്നിയേക്കാം. അകറ്റി നിർത്തിയിരുന്ന പലരോടും അടുത്തിടപഴകുമ്പോൾ ആരാധന തോന്നിയെന്നും വരാം. ആരെയും ഒന്നിനെയും മാറ്റി നിർത്തി വിലയിരുത്തുകയും വിലയിടുകയും അരുത്. അടുത്തറിഞ്ഞും ആളറിഞ്ഞും വേണം ആരെയും അനുകരിക്കാനും അനുഗമിക്കുവാനും. നിങ്ങളുടെ ചുറ്റും ഉണ്ടാകുകയും എപ്പോഴും കൂടെ ചിരിക്കുകയും ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളാകണമെന്നില്ല. കാരണം എല്ലാവരും നന്നായി അഭിനയിക്കുന്നവരാണ്. യഥാർത്ഥ സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ തിരിച്ചറിയുന്നത്. നല്ല നടീനടന്മാരെക്കാളും മികച്ച അഭിനയം കാഴ്ചവെക്കുന്നവരാണ് ജീവിതത്തിൽ നിങ്ങളോട് ഒപ്പമുള്ള മിക്കവരും. നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷം അഭിനയിക്കുകയും യഥാർത്ഥത്തിൽ ഉള്ളിൽ വിദ്വേഷം വെച്ച് പുലർത്തുകയും ചെയ്യുന്നവർ. പക കൊണ്ട് പുകപിടിച്ച ഹൃദയത്തെ കഴുകാൻ തയ്യാറാവുക. വാശിയും വൈരാഗ്യവും വെച്ച് അകറ്റിയ കുടുംബ ബന്ധങ്ങളെ അണച്ചുപിടിക്കുക. വെട്ടിപ്പിടിക്കാൻ വേണ്ടി വെട്ടിമാറ്റിയ ബന്ധങ്ങൾ തുന്നിച്ചേർക്കുക. സാധാരണ തെറ്റിദ്ധാരണ പടർത്തി അകറ്റുമാറ്റിയ സൗഹൃദങ്ങൾ ഹൃദയത്തോട് ചേർത്തുവെക്കുക. നമ്മുടെ മാതാപിതാക്കൾ ചില സമയത്ത് അരുത് എന്ന് പറയുമ്പോൾ എന്തിനാണെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം. അവരോട് ദേഷ്യവും വാശിയും തോന്നിയിട്ടുണ്ടാവാം. അതിന് ഉത്തരം കിട്ടുവാൻ ഒരുപക്ഷെ വർഷങ്ങളോളം വേണ്ടിവരും. ഒരിക്കൽ നമുക്ക് കിട്ടിയ സത്യസന്ധമായ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം നമ്മുടെ ബുദ്ധി മറന്നു പോയാലും ഹൃദയം മറന്നു പോകില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കണ്ണ് നിറയുന്നവരെയും വാശി കാണിക്കുന്നവരെയും മോശമാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തരുത്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും കരുണയും ഉള്ളവർ അവരാണ്. എന്താണ് വിജയം? നിങ്ങളുടെ മനസ്സിനോടും ആത്മാവിനോടും കൂടി സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നതാണ്. ഒരിടത്ത് നമ്മൾ അവഗണിക്കപ്പെടുമ്പോൾ തീർച്ചയായും മറ്റൊരിടത്ത് നമ്മൾ പരിഗണിക്കപ്പെടും. ഒരു വാതിൽ നമുക്ക് മുമ്പിൽ അടയ്ക്കുമ്പോൾ പകരം അതിനേക്കാൾ നല്ലത് തുറക്കപ്പെടും. ചിലർ വീഴ്ത്താൻ തുനിഞ്ഞിറങ്ങുമ്പോൾ മറുവശത്ത് നമ്മെ പിടിച്ചെഴുന്നേൽപ്പിക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. കൂടുതൽ മാന്യമായി പെരുമാറുന്ന വ്യക്തികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരുടെ മനസ്സ് കള്ളത്തരങ്ങളുടെ കൂടാരമാണ്. മുഖത്ത് പുഞ്ചിരിയും ഉള്ളിൽ വിഷവുമായി നടക്കുന്ന സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉണ്ട്. അങ്ങനെയുള്ളവരോട് നിങ്ങളുടെ വിഷമങ്ങളോ പരാതികളോ ചെറിയ തെറ്റുകളോ ഒരിക്കലും പങ്കുവെക്കരുത്. കാരണം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയുന്നതിൽ കൂടുതൽ മറ്റുള്ളവർ പറയുമ്പോഴാണ് ഇവരൊക്കെ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. സത്യം മനസ്സിലായിട്ടും സത്യത്തെ കണ്ടിട്ടും കള്ളങ്ങൾ മാത്രം വിശ്വസിക്കുന്നവനാണ് വിഡ്ഢി. നിങ്ങൾക്ക് ഇത് ഒരിക്കലും വിജയിപ്പിക്കാൻ കഴിയില്ലെന്ന് ആളുകൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വിജയിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ആനന്ദം. വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ ജയിക്കുക. വാക്കുകൾ നുണയായിരിക്കാം, പക്ഷേ പ്രവൃത്തികൾ സത്യം വിളിച്ചു പറയും. മുഖത്ത് മേക്കപ്പ് ഇടാത്ത സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. കുട്ടിക്കാലത്ത് ആരെങ്കിലും നമ്മളെ നല്ല അടക്കവും ഒതുക്കവും ഉള്ള കുട്ടിയെന്ന് പറഞ്ഞാൽ സന്തോഷിക്കരുത്. അത് ഒരുതരം ട്രാപ്പാണ്. ജീവിതം മുഴുവൻ ചിറകൊതുക്കി ഇരിക്കാനുള്ള പ്രോത്സാഹനം. നിനക്ക് ചെയ്യാനുള്ളത് നീ തന്നെ ചെയ്യുക. മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുക. ദൈവം അവരോടും സംസാരിക്കും എന്ന് വിശ്വസിക്കുക. ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നതിൽ നിന്നെപ്പോലെ തന്നെ അവരും ഏർപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഒരു മനുഷ്യന് 3 ഭാഷകൾ ഉണ്ടായിരിക്കണം. ഒന്ന് അയാൾക്ക് അടുപ്പമുള്ളവരോട് സംസാരിക്കുന്നത്, മറ്റൊന്ന് കാണുന്നവരോട് സംസാരിക്കുന്നത്, വേറൊന്ന് സ്വയം സംസാരിക്കുന്നത്. എല്ലാ ബലഹീനതകളും വലിച്ചെറിയുക. ശരീരം ശക്തമാണെന്ന് നിങ്ങളുടെ ശരീരത്തോട് പറയുക. നിങ്ങളുടെ മനസ്സിനോട് പറയുക അത് ശക്തമാണെന്ന്. ഒപ്പം അതിരുകളില്ലാത്ത വിശ്വാസവും പ്രതീക്ഷയും എന്നിൽ ആവാഹിക്കുക, അർപ്പിക്കുക.
എന്നാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒന്നിനുമാകില്ല. ജീവിതത്തിൽ റിസ്ക് എടുക്കുക. നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നയിക്കാനാകും. നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ വഴികാട്ടാനാകും. എല്ലാ ബലഹീനതകളും വലിച്ചെറിയുക. ശരീരം ശക്തമാണെന്ന് നിങ്ങളുടെ ശരീരത്തോട് പറയുക. നിങ്ങളുടെ മനസ്സിനോട് പറയുക അത് ശക്തമാണെന്ന്. ഒപ്പം അതിരുകളില്ലാത്ത വിശ്വാസവും പ്രതീക്ഷയും നിന്നിൽ ആവാഹിക്കുകയും ചെയ്യുക. എന്നാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും ആകില്ല. ജീവിതത്തിൽ റിസ്ക് എടുക്കുക. അത് നിങ്ങളെ വിജയിക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ റിസ്ക് എടുത്ത് മുന്നോട്ട് പോവുക. രണ്ടു തരം മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഒന്ന്, അവർ കടന്നു വന്നതുകൊണ്ട് ജീവിതം കൂടുതൽ ഭംഗിയുള്ളതാക്കിയവർ. രണ്ട്, ജീവിതത്തിൻ്റെ തന്നെ ഭംഗി കുറച്ച് അവർ മറ്റൊരു മനുഷ്യനിൽ ആദ്യം തരം ആളാവാതിരിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും രണ്ടാമത്തെ മനുഷ്യൻ ആവാതിരിക്കുക. സ്നേഹമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഹൃദയം ഒരു മരുഭൂമിയാക്കി മാറ്റിയാൽ അവിടെ മുൾച്ചെടികൾ തഴച്ചു വളരും. അടുക്കുന്നവരെയൊക്കെ ആ മുള്ളുകൾ മുറിവേൽപ്പിക്കും. ക്രമേണ ആരും തന്നെ അടുക്കാതെയാവും. അതുകൊണ്ട് തന്നെ ഹൃദയം ഒരു മരുഭൂമിയാക്കാതെ ഹൃദയം ഒരു പൂന്തോട്ടമാക്കുക. എന്നാൽ സന്തോഷം ഉണ്ടാകും. നിത്യവും നാം കാണുന്ന വേദനയുള്ള വാക്കുകൾ. ചില മരണങ്ങൾ നമ്മിലോ നമ്മുടെ വേണ്ടപ്പെട്ടവരിലോ കാണുന്നത് വരെയും മരണം നമുക്ക് ഒട്ടും ഗൗരവം ഇല്ലാത്തതാണ്. ജീവിച്ചിരിക്കുമ്പോഴാണ് നാം നമുക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി ചിലവഴിക്കേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ ആരാണ് നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ ഉള്ളത്? എത്ര കാലമാണ് നമുക്ക് വേണ്ടി ചിലവഴിക്കുക? അതുകൊണ്ട് അക്കരയ്ക്ക് കൊണ്ടുപോകേണ്ട നന്മയുടെ താണ്ഡവം നമുക്ക് വേണ്ടി നമ്മൾ തന്നെയാണ് സ്വരൂപിക്കേണ്ടത്. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ പലരും അണിഞ്ഞിരിക്കുന്ന യഥാർത്ഥ മുഖംമൂടി നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. തൻ്റെ മുൻപിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം. അവർ മുകളിൽ മാത്രം പാൽ ഉള്ള വിഷക്കുംഭം പോലെയാണ്. നിത്യവും നാം കാണുന്ന വേദനയുള്ള വാക്കുകൾ. ചില മരണങ്ങൾ നമ്മിലോ നമ്മുടെ വേണ്ടപ്പെട്ടവരിലോ കാണുന്നത് വരെയും മരണം നമുക്ക് ഒട്ടും ഗൗരവം ഇല്ലാത്തതാണ്. ജീവിച്ചിരിക്കുമ്പോഴാണ് നാം നമുക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി ചിലവഴിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. മരിച്ചു കഴിഞ്ഞാൽ ആരാണ് നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ ഉള്ളത്? എത്ര കാലമാണ് നമുക്ക് വേണ്ടി മറ്റൊരാൾ ചിലവഴിക്കുക? അതുകൊണ്ട് തന്നെ അക്കരയ്ക്ക് കൊണ്ടുപോകേണ്ട നന്മയുടെ താണ്ഡവം നാം തന്നെയാണ് നമുക്ക് വേണ്ടി സ്വരൂപിക്കേണ്ടത്. ജീവിത ചുറ്റുപാടിൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ട്. ആ അനുഭവത്തിൽ നിന്നും വേദനയോടെ പഠിച്ചെടുത്ത അവരുടേതായ ശരികളും ഉണ്ട്. മറ്റാർക്കും മനസ്സിലാവാത്ത, മറ്റാരും മനസ്സിലാക്കാത്ത അവരുടേത് മാത്രമായ ജീവിതാനുഭവത്തിൻ്റെ ചില യഥാർത്ഥ ശരികൾ. മനസ്സിൻ്റെ പുസ്തകത്താളുകൾ നിറയെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കയ്യൊപ്പുകൾ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പരിഭവങ്ങൾ പങ്കുവെക്കാനും കൂട്ടിനുണ്ടായിരുന്ന ചില സൗഹൃദങ്ങൾ. അല്പം അകന്നു നിന്നപ്പോൾ കണ്ണ് തന്നാൽ കൽബകന്നോ എന്നൊരു തോന്നൽ. എത്ര വലിയ തെറ്റുകളും നമുക്ക് തിരുത്താൻ ശ്രമിക്കാം. പക്ഷേ തെറ്റിദ്ധാരണ ചെറുതായാൽ പോലും അതൊരു പക്ഷേ തിരുത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അസത്യം പരക്കുന്ന അതേ വേഗത്തിൽ സത്യം വ്യാപിച്ചിരുന്നു എങ്കിൽ ഏറെ ജീവിതങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. അറിഞ്ഞുകൊണ്ടും സ്വാർത്ഥത കൊണ്ടും പണം മോഹിച്ചും പക്ഷം ചേർന്നും തെറ്റിദ്ധാരണകളിലേക്ക് ചൂണ്ടപ്പെടുന്ന ചില വിരലുകൾ നന്മയിലേക്ക് ചൂണ്ടപ്പെട്ടിരുന്നെങ്കിൽ അകന്നുപോയവർക്കും അകറ്റി നിർത്തിയവർക്കും തിരിച്ചുവരാൻ അത് കാരണമാകുമായിരുന്നു. പാലിക്കാൻ കഴിയാതെ പോയ ചില വാക്കുകൾ, സ്നേഹിക്കാൻ കഴിയാതെ പോകുന്ന ഉത്തരവാദിത്തങ്ങൾ, ആശിച്ചതും ആഗ്രഹിക്കുന്നതുമായ ചില സ്വപ്നങ്ങൾ, കണ്ണീരോടെ വിട്ടുകൊടുത്ത ചില ഇഷ്ടങ്ങൾ, എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത ചില നൊമ്പരങ്ങൾ. ഇതൊക്കെയാണ് ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.